ഹായ്, ഞാൻ ശ്രീലത. ഒരു ടോപ്പിൻ്റെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ ടോപ്പിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിഫ് പേപ്പർ ഉപയോഗിക്കുന്നില്ല. ഇനി ഒരു പീസ് തുണി ഇതുപോലെ എടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്നും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമ്മൾ നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ഇവിടെ 3 ഇഞ്ചാണ്, 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുത്തത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നെക്ക് ഡെപ്ത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊരു ബോക്സാക്കി വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ നെക്കൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പ് എടുത്തിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ സെൻറ്ററിൽ നിന്നും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും 3 ഇഞ്ച് മാറ്റി ഒരു മാർക്കിംഗ് കൊടുക്കുക. ഈ 3 ഇഞ്ച് എന്നുള്ളത് നെക്ക് വിഡ്ത്താണ്. നിങ്ങൾ എടുക്കുന്ന നെക്ക് വിഡ്ത്ത് എത്രയാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്ക് ഈ പോയിന്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ പോയിന്റിൽ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തണം. അതായത് 3 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ 6 ഇഞ്ച് ആയിരിക്കണം ആ നടുവിലത്തെ ഭാഗത്ത് വരേണ്ടത്. എന്നിട്ട് ആവശ്യത്തിന് പിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനായിട്ടാണ്. നെക്കിന് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തിരുന്നത്. ആ 1/4 ഇഞ്ച് മാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് തയ്ക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന ആ തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള കട്ട് കൊടുക്കാം. ഇനി ഈ കഴുത്ത് തയ്ച്ചത് നമുക്ക് ചീത്ത വശത്തേക്ക് മാറ്റാം. ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ തയ്ച്ച് നിർത്തിയില്ലേ ആ തുണി, അത് നേരെ വെച്ചിട്ട് അതിലേ കൂടെ ആ തുണിയിൽ സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ തയ്ച്ചെടുക്കുക. അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് തയ്ച്ചതിന് ശേഷം ഇനി അതിൻ്റെ മുകളിൽ കൂടിയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ആ മുകളിൽ കൂടി ഇനി ആ സ്ക്വയർ കംപ്ലീറ്റ്, ആ നെക്ക് കംപ്ലീറ്റ് ആകത്തക്ക വിധത്തിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.